عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്കിൻ്റെ ഗൗരവത്തിലേക്ക് നമുക്ക് പ്രഥമമായി ചിന്തിക്കാം. മഹാനവറുകൾ പറയുന്നു, ഇന്നല്ലാഹ സുബ്ഹാന ഇദാ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില ബിഫവാദിൽ അഅമാൽ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നല്ല സമയങ്ങളിൽ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അയാളെ അള്ളാഹു കർമ്മ നിരതനാക്കും. അതേസമയം ഇദാ മഖതഹു ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില ബിസയ്യിൽ അഅമാൽ. അള്ളാഹുവിൻ്റെ ക്രോധത്തിന്, ദേഷ്യത്തിന് വിധേയമായ ആളാണെങ്കിൽ പുണ്യസമയങ്ങളിലൊക്കെ മോശം പ്രവർത്തനത്തിലായിരിക്കും അയാൾ ഉണ്ടാകുക. അതെ, വിശിഷ്ടമായ ദിനങ്ങളിലാണല്ലോ നാം ദുൽഹിജ്ജ 1 മുതൽ. എന്താണ് അതിൻ്റെ മഹത്വം, എന്താണ് അതിൻ്റെ പ്രത്യേകത? സുബ്ഹാനല്ലാഹ്. അതിൻ്റെ പ്രാധാന്യം, മഹത്വം മനസ്സിലാക്കി വെറുതെ ഇരിക്കുമ്പം ഇമാം ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, വജാഅ അന്ന സലഫ റളിയല്ലാഹു അൻഹു, മുൻഗാമികളൊക്കെ കാനു യുഅള്ളിമൂന സലാത്ത അശ്റാത്തിൻ, 3 പത്തുകളെ അവർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അശ്റ റമളാൻ അൽ-ആഖിർ, റമളാനിലെ അവസാനത്തെ 10, വഅശ്റ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ദുൽഹിജ്ജത്തുൽ അവ്വൽ ആദ്യത്തെ 10, വഅശ്റ മുഹറമുൽ അവ്വൽ, മുഹറം മാസത്തിലെ ആദ്യത്തെ 10. വളരെ പ്രത്യേകത. അത് ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണല്ലോ യഥാർത്ഥത്തിൽ ഈ ദുൽഹിജ്ജയുടെ ആദ്യ നാളുകളെ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഖുർആൻ്റെ ഒരു വാക്യം. മറ്റൊരു സ്ഥലത്ത് ഫി അയ്യാമിൻ മഅലൂമ, മറ്റൊരു സ്ഥലത്ത് മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ വ അത്മംനാഹാ ബിഅശ്രിൻ. ഇതെല്ലാം ദുൽഹിജ്ജയുടെ ആദ്യ നാളുകളിലേക്കുള്ള പരാമർശമാണെന്ന് തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് തങ്ങൾ ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അയ്യാമിൻ അഫ്ള ഇൻദല്ലാഹ് വലൽ അമല ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അവയിൽ അമൽ ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൻ ഹാദിൽ അയ്യാമിൽ അസർ, ഈ 10 ദിനങ്ങളാണ്. ബിസിയാമിസന, ഒരു വർഷത്തെ വ്രതമെടുക്കുന്നതിന് സമമാണ്. വലഅമല ഫീഹിന്ന ളഅഫു ബിസബഇമിഅത്തി ളഅഫിൻ, ഇതിലെ സൽക്കർമ്മങ്ങൾ 700 ഇരട്ടി പ്രതിഫലമായി പരിഗണിക്കപ്പെടുന്നതാണ്. വിശ്വാസികൾ, വിജയമോഹികൾ ദുൽഹിജ്ജയുടെ ആദ്യ ദിനം മുതൽ വ്രതത്തിലാണ്. സുന്നത്ത് നോമ്പ് എടുക്കുന്നവരാണ്. ആ സുന്നത്ത് നോമ്പ് 9 അറഫ ദിനമാകുന്നു. ആ 8 കൂടി നോമ്പെടുക്കൽ പുണ്യമാണ് പ്രത്യേകം എന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാൽ ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂം തങ്ങൾ പറയണം, യതഅക്കദു സൗമു സമാനിയ ഖബ്ലഹു, 8 അന്ന് വ്രതം. 1 മുതൽ തന്നെ പുണ്യകരം, 8 പ്രത്യേകമുണ്ട്. അറഫ നോമ്പ് പിന്നെ നാം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അറഫ നോമ്പ് ഒരിക്കലും ഒഴിവാക്കല്ലേ, ശ്രദ്ധിക്കണേ. സുന്നത്താണെന്ന് ലാഘവത്തോടെ മാറ്റിവെക്കേണ്ടതില്ല. ഖാലൽ ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം നബി തങ്ങൾ പറയാണ്, ഫഹാദുൽ യൗം അഫ്ളലു അയ്യാമിസ് സന ലിദ്ദുആ, ഈ ദിവസം അറഫയെക്കുറിച്ചാണ് പറയുന്നത്. വർഷത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദുആഇ, പ്രാർത്ഥനയ്ക്ക്. ഫയംബഗി അൻയസ്തഗ്ഫിറൽ ഇൻസാനു വസഅ, കഴിയുന്നതും ഒഴിഞ്ഞ് ആ സമയത്ത് ഉപയോഗപ്പെടുത്തണം ദിവസത്തെ. ഫി ദിക്രി വദ്ദുആ, ദിക്റിലും ദുആയിലും ഒക്കെ ഉപയോഗപ്പെടുത്തണം. ദുആ എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യത്തിന്, മാതാപിതാക്കൾക്ക് മഹാൻ പറയാണ്, അതുപോലെ കുടുംബക്കാർക്ക്, മശായിഖന്മാർക്ക് വേണ്ടി, അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, അങ്ങനെ വന്ന് അവർക്ക് ഗുണം ചെയ്തവർക്ക് വേണ്ടി, വജമീഇൽ മുസ്ലിമീൻ, എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അറഫ ദിവസത്തിൻ്റെ പ്രത്യേകമായൊരു മഹത്വം മനസ്സിലാക്കുക എന്നതാണ് ഈ ഉദ്ധരണികൾ കൊണ്ടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദുൽഹിജ്ജയുടെ ആദ്യ നാൾ മുതൽ വ്രതത്തിലും അതുപോലെ പുണ്യകരമായ മറ്റു കാര്യങ്ങളിലുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഖാല ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി തങ്ങൾ പറയാണ്,
അന്നഹു ഖാല ഖാൽ ഇന്ന ദുആ യുസ്തജാബു ഫി 5 ലയാൽ. 5 രാത്രികളിൽ ദുആ പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണ്. ഫി ലൈലത്തുൽ ജുമുഅ, ജുമുഅ രാത്രി, വ ലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാത്രി, വ ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ രാത്രി, ബാബു ലൈലത്തി മിൻ റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി, വ ലൈലത്തി നിസ്ഫി മിൻ ഷഅബാൻ മാസത്തിലെ പകുതിയുടെ രാത്രി. പെരുന്നാൾ കടന്നു വരികയാണല്ലോ. പെരുന്നാൾ ദിനം സ്നേഹത്തിൻ്റെതാണ്, സൗഹൃദത്തിൻ്റെതാണ്, അതോടൊപ്പം ഭക്തിയുടേതാണെന്ന തിരിച്ചറിവിൽ ആ ദിവസം അനാവശ്യമായ കളിവിനോദങ്ങളാൽ മോശമാക്കാതെ രാത്രി പ്രാർത്ഥന കൊണ്ടൊക്കെ സജീവമാക്കുക. വിനോദമാകാം, മതം അംഗീകരിച്ച വിനോദമൊക്കെ ആകാം, അതിനപ്പുറത്തേക്ക് പോകരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സയ്യിനു ഇയാദക്കും ബിത്തക്ബീർ, നിങ്ങളുടെ പെരുന്നാളുകൾ തക്ബീർ കൊണ്ട് നിങ്ങൾ ആഘോഷിക്കണം, ഭംഗിയാക്കണം. അതെ, അറഫാ ദിവസം കഴിഞ്ഞ് വലിയ പെരുന്നാളിലേക്കും കടക്കുകയാണല്ലോ. അപ്പോൾ പെരുന്നാൾ ദിവസം നമ്മൾ വലിയ പെരുന്നാളായതുകൊണ്ട് തലേ ദിവസം അറഫ സുബഹി മുതൽ ഓരോ നിസ്കാരത്തിന് ശേഷവും തക്ബീർ സുന്നത്തുണ്ട്. എന്നാൽ 9-ാം ദിനം അസ്തമിച്ച് പെരുന്നാൾ രാത്രി പ്രഭാതത്തിൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെയും ഏതു സമയവും തക്ബീറുകൾ സുന്നത്താണ്, അത് ചെയ്യേണ്ടതാണ്. രാത്രി സമയത്തുമൊക്കെ കൂടുതൽ മറ്റു കളി വിനോദങ്ങളിലൊക്കെ സമയങ്ങൾ കളയാതെ തക്ബീർ ചെല്ലാനും കൂടി ശ്രമിക്കുക. ഒപ്പം സ്നേഹ പ്രകടനങ്ങളും പരസ്പരമുള്ള പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെരുന്നാൾ ഉണ്ടാകട്ടെ. കാന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബ് ഇദാ തഖൗ യൗമൽ ഈദ്, പെരുന്നാൾ ദിവസം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ യഖൂലു ബഅദുഹും ലിബഅദിൻ, പരസ്പരം പറയും തഖബ്ബലല്ലാഹു മിന്നാ മിൻകും, അല്ലാഹു സൽക്രമങ്ങളെല്ലാം സ്വീകരിക്കട്ടെ എന്ന് പറയും. പെരുന്നാൾ നിസ്കാരവും സുന്നത്താണ്. പുരുഷന്മാരൊക്കെ കഴിയുന്നതും പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം. വീടുകൾ നിസ്കരിച്ചാലും നിസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടും. സ്ത്രീകളും ഇത് നിസ്കരിക്കേണ്ടതാണ്. ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം കാറ്റിൽ പരത്തി സഹോദരിമാരെയും സ്ത്രീകളെയും മൈതാനികളിലേക്കും ിലേക്കുമൊക്കെ ആനയിക്കുന്ന ചില പുരോഗമനവാദികളുടെ നടപടി മതത്തിൽ അത്ര അഭികാമ്യമല്ല എന്ന ഒരു തിരിച്ചറിവ് കൂടി സാന്ദർഭികം നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങയുടെ നാഥനു വേണ്ടി അങ്ങ് നിസ്കരിക്കൂ, അങ്ങ് ബലിദാനം നടത്തൂ. അനേകം വിശ്വാസികൾ ഇതാ ഉളുഹിയത്ത് എന്ന ബലികർമ്മത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ ദിനം ചെയ്യുന്ന സൽക്രമങ്ങൾ ഏറ്റവും വിശിഷ്ടമായത് ഉളുഹിയത്ത് കർമ്മമാണെന്ന ഹദീസിന്റെ ഭാഷയും കൂടി ഇവിടെ നാം ഓർക്കുമ്പോൾ ആ മഹത്തായ കർമ്മം ഒറ്റയ്ക്ക് ചെയ്യുന്നവർ, സാധിക്കാത്തവർ 7 ഷെയർ ചേർന്ന് നിർവഹിക്കുന്നവർ എല്ലാം ഉണ്ടല്ലോ. ഇതൊരു ഭക്ഷ്യദാനവും കൂടിയാകുകയാണ്. എന്നാളുടെ അന്ന് നിർവഹിക്കപ്പെട്ടിട്ടെങ്കിൽ തുടർന്നുള്ള അയ്യാമത്തെ ശരിക്കുന്ന വേളകളിലും ഇത് നിർവഹിക്കപ്പെടുന്നു. അതെ, ഈ മഹത്തായ കർമ്മങ്ങൾ അതിൻ്റെ പവിത്രതയോടെ തന്നെ വീണ്ടും തുടരട്ടെ. വിശിഷ്ടമായി 10 ദിനങ്ങളിലും വൽ ഫജ്രി സൂറത്തോതൽ സുന്നത്താണെന്ന കാര്യവും നമ്മുടെ ഓർമ്മയിലുണ്ടാകട്ടെ. ഏതായാലും ദുൽഹിജ്ജയുടെ ഈ മഹത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഇപ്പോൾ ഹജ്ജ് സമയമാണല്ലോ, ഹജ്ജിൻ്റെ വേളയിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഹജ്ജ്, സുന്നത്ത് നോമ്പ്, അതേപോലെ സദഖ ദാനധർമ്മങ്ങളൊക്കെ ഈ സമയങ്ങളിൽ വളരെയധികം വിശിഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഖുർആൻ പാരായണം, ദിക്റും ഇതൊക്കെ ഇതിൽ സംഗമിച്ചത് കൊണ്ട്, ഇതെല്ലാം ഒത്തുചേർന്നത് കൊണ്ട് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല പറഞ്ഞതായി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഹജ്ജിന് ജനലക്ഷങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുകൊണ്ടും വിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ച് അവിടെ എത്തിയിരിക്കുകയാണ്. കഅബയെ സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ കഅബയെ അതവർ നേരിൽ കാണുകയാണ്. അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്തുല്ലാഹ്, ഹാജിമാർ ഉംറ ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ വഫ്ത് സംഘമാണ് എന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു ആ സൗഭാഗ്യം നൽകട്ടെ. ഇസ്ലാം കാര്യങ്ങൾ 5 ഷഹാദത്ത് കലിമ, നിസ്കാരം, സക്കാത്ത്, നോമ്പ് തുടങ്ങി ഹജ്ജ് കഴിവുള്ളവർ ചെയ്തേ പറ്റൂ. അപ്പോഴാണല്ലോ അവർ ഇസ്ലാം പൂർത്തിയാകുന്നത്. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഏതായാലും ജീവിതത്തിലെ വലിയ സൗഭാഗ്യം തന്നെയാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത്, ഉംറ നിർവഹിക്കുക എന്നത്.
അതേപോലെ കഅബാലയം ഒന്ന് നേരിൽ കാണുക എന്നത്, മിന, മുസ്ദലിഫ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളൊക്കെ നേരിൽ കാണുന്നു. സംസമിൻ്റെ സമീപത്ത് നമ്മുടെ ഹാജിമാർ എത്തുന്നു. ഒപ്പം ഹജ്ജിന് പോകുന്നവർ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യടമായ റൗളയിൽ ചെന്നുകൊണ്ട് മുത്തനബിക്ക് സലാത്തും സലാമും പറയുവാനും ഈ വേളയിൽ ശ്രമിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതും ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഒത്തുചേർന്ന ഈ ദുൽഹിജ്ജയുടെ പവിത്രമായ ഈ വേളകളിൽ നല്ല പുണ്യകർമ്മങ്ങളാൽ, പടച്ചവന് പൊരുത്തപ്പെട്ട വിഷയങ്ങളാൽ, ദിക്ർ, ദുആ, പ്രത്യേകിച്ച് ദുആകൾ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വന്തം കാര്യത്തിലും നമ്മുടെ കുടുംബത്തിനുമൊപ്പം ആഗോളതലത്തിലെ ഉമ്മത്തിന് വേണ്ടിയും നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ആധുനിക കാലഘട്ടത്തിലെ അഖില ലോക സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആഗോള സാഹചര്യങ്ങൾ ആശങ്കകൾ നിറഞ്ഞതാണെങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ ഈ പുണ്യ നിമിഷങ്ങളിലൊക്കെ നാം ആത്മാർത്ഥമായി കൈ നീട്ടി റബ്ബിനോട് പറയാനുള്ളതും ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. ജഗന്യനാഥാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി